ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നലെ നമ്മൾ ഒരു പ്രോബ്ലത്തിലാണ് നിർത്തിയത്. ഓക്കെ, ആ പ്രോബ്ലം നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അതിന് മുമ്പ് നമ്മൾ ഈ എൻ വെക്ടർ ചൂസ് ചെയ്യുന്നല്ലോ, നമ്മുടെ സ്റ്റോക്സ് തിയറത്തിൽ എൻ വെക്ടർ എങ്ങനെയാണ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഹലോ പറയൂ. യെസ് യെസ്. മഷീന, എനിക്ക് മനസ്സിലാവില്ല എന്താണ്. ചെയ്യുന്നുണ്ട് റെക്കോർഡ്. അത് ഇന്നലത്തെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവസാനം ഞാൻ അത് സ്റ്റോപ്പ് റെക്കോർഡിങ് കൊടുക്കാൻ വിട്ടുപോയി. അപ്പൊ അവസാനം ഒരു അരമണിക്കൂർ ബ്ലാങ്ക് ആയിട്ട് പോയിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ഞാൻ എഡിറ്റ് ചെയ്തിട്ട് ഇട്ടുതരാം. ഓക്കെ. സോ വി ക്യാൻ സ്റ്റാർട്ട് ദി ക്ലാസ്. ഇന്നലെ നമ്മളൊരു പ്രോബ്ലത്തിലാണ് നിർത്തിയത്. സ്റ്റോക്സ് തിയറത്തിന്റെ പ്രോബ്ലം ആയിരുന്നു. സ്റ്റോക്സ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് ജസ്റ്റ് എഴുതാം. സ്റ്റോക്സ് തിയറം പറയുന്നത് ഇന്റഗ്രൽ ഓവർ സി എഫ് വെക്ടർ ഡോട്ട് ടി വെക്ടർ ടി എസ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ സിഗ്മ കേൾ ഓഫ് എഫ് വെക്ടർ ഡോട്ട് എൻ വെക്ടർ ഡി എസ്. ഇതിൽ എൻ വെക്ടർ കാണുന്നത് എങ്ങനെ, എൻ വെക്ടർ എങ്ങനെ കാണും എന്നുള്ളതാണ് നമ്മൾ ഇന്നലെ ഞാൻ പറഞ്ഞത്. ഡോ സെറ്റ് ബൈ ഡോ എക്സ് ഐ വെക്ടർ പ്ലസ് ഡോ സെറ്റ് ബൈ ഡോ വൈ ജെ വെക്ടർ പ്ലസ് കെ വെക്ടർ എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഇവിടെ ഇതാണ് ജനറൽ ഇക്വേഷൻ. പക്ഷെ സൈനിൽ വ്യത്യാസം ഉണ്ടാവും. സൈന് ചിലവിടെ നെഗറ്റീവ്, ചിലവിടെ പോസിറ്റീവ് ഒക്കെ വരും. രണ്ട് കേസാണ് നമുക്കുള്ളത്. ഒന്ന്, ഇതൊരു എൻ വെക്ടർ വരാം. അതല്ലെങ്കിൽ പിന്നെ എൻ വെക്ടർ എന്നുള്ള ഒരു ചാൻസ് മൈനസ് ഡോ സെറ്റ് ബൈ ഡോ എക്സ് ഐ വെക്ടർ മൈനസ് ഡോ സെറ്റ് ബൈ ഡോ വൈ ജെ വെക്ടർ പ്ലസ് കെ വെക്ടർ. സോ ഇതിൽ ഏത് എൻ വെക്ടർ ആണ് ചൂസ് ചെയ്യുക എന്നുള്ളത്, എങ്ങനെ ചൂസ് ചെയ്യും എന്നുള്ളതാണ് ഞാനിപ്പോ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മുടെ സ്റ്റോക്സ് തിയറത്തിന്റെ പ്രോബ്ലത്തിൽ നമുക്ക് എൻ വെക്ടർ കണ്ടുപിടിക്കണം. സോ എൻ വെക്ടർ കണ്ടുപിടിക്കുന്ന സമയത്ത് നമുക്ക് രണ്ട് കേസ് ആണുള്ളത്. ഒന്ന് ഡോ സെറ്റ് ബൈ ഡോ എക്സ് ഐ വെക്ടർ പ്ലസ് ഡോ സെറ്റ് ബൈ ഡോ വൈ ജെ വെക്ടർ മൈനസ് കെ വെക്ടർ, ഇതൊരു ചാൻസ് ആണ്. പിന്നെ ഒരു ചാൻസ് മൈനസ് ഡോ സെറ്റ് ബൈ ഡോ എക്സ് ഐ വെക്ടർ മൈനസ് ഡോ സെറ്റ് ബൈ ഡോ വൈ ജെ വെക്ടർ പ്ലസ് കെ വെക്ടർ. ഇതിൽ ഏതാണ് എൻ വെക്ടർ ആയിട്ട് നമ്മൾ പ്രോബ്ലത്തിൽ ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ് ഞാനിപ്പോ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മളിപ്പോ നമ്മുടെ സർഫസ് ഒരു ക്യൂബ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, സപ്പോസ് നമ്മുടെ സർഫസ് ഒരു ക്യൂബ് ആണെന്ന് വിചാരിക്കുക. ക്യൂബ് ആകുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഓക്കെ, സപ്പോസ് അവർ സർഫസ് ഇസ് ക്യൂബ്. സോ ഇതിന്റെ പുറത്തുള്ള ഓറിയന്റഡ് കർവ് എന്ന് പറയുന്നത് ഒരു സ്ക്വയർ ആണ്. സോ അതിന്റെ ബൗണ്ടറി കർവിന്റെ ഡയറക്ഷൻ ഇങ്ങനെയാണെന്ന് വിചാരിക്കും. ദാറ്റ് ഈസ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഓക്കെ, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നു. നമ്മുടെ പുറത്തുള്ള ഓറിയന്റഡ് കർവ് ഉണ്ടല്ലോ, അതായത് സി ആണ് ഓറിയന്റഡ് കർവ്. സിയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ് സപ്പോസ് ചെയ്യാം. ഓക്കെ, ഈ ഡയറക്ഷനിലാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് വിചാരിക്കാം. അങ്ങനെ ആവുമ്പോൾ നമ്മൾ ഈ ഒരു കർവിൽ കൂടെ സഞ്ചരിക്കുകയാണ്, നടക്കുകയാണെന്ന് വിചാരിക്കുക. ആ ഒരു വ്യക്തി ഈ ഒരു കർവിൽ കൂടെ നടക്കുകയാണ്. അപ്പൊ നടക്കുന്ന സമയത്ത് സർഫസ് ആളുടെ റൈറ്റിലാണോ ലെഫ്റ്റിലാണോ? സർഫസ് ആളുടെ റൈറ്റിലാണോ ലെഫ്റ്റിലാണോ? പ്ലീസ് റെസ്പോണ്ട്. ആളിങ്ങനെ നടക്കുന്ന സമയത്ത് സർഫസ് അതിന്റെ റൈറ്റിലായിട്ടാണ് വരിക അല്ലെ? ക്ലോക്ക് വൈസ് ആയിട്ട് വരുമ്പോൾ ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് സർഫസ് ആളുടെ റൈറ്റിലായിട്ട്. ക്ലിയർ? അപ്പൊ അതായത് ആ സർഫസിന് മുകളിലൂടെ ആള് സഞ്ചരിക്കുന്ന സമയത്ത് ആ ഒരു ഓറിയന്റഡ് കർവിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ടുവേർഡ്സ് റൈറ്റ് ആണ്. കേട്ടോ, നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ടുവേർഡ്സ് റൈറ്റ് ആണ്. നമ്മൾ സർഫസ് എന്ന് പറയുമ്പോൾ ഈ ഇതിൽ കൂടെ സഞ്ചരിക്കണു എന്നല്ല കേട്ടോ. അതായത് ആ ഓറിയന്റഡ് കർവ് ഡയറക്ഷനിൽ സഞ്ചരിക്കുമ്പോൾ സർഫസ് ടുവേർഡ്സ് റൈറ്റ് ആയിരിക്കും. സർഫസ് ടുവേർഡ്സ് റൈറ്റ്. സർഫസ് ടുവേർഡ്സ് റൈറ്റ് ആണെങ്കിൽ യു ഹാവ് ടു ചൂസ് ദിസ് ഇക്വേഷൻ.
അതായത് ക്ലോക്ക് വൈസ് ആകുമ്പോൾ ഈ ഇക്വേഷൻ ചൂസ് ചെയ്യാം. ഓക്കെ, ഇനി ഇങ്ങനെ തിരിച്ചാണ് ഡയറക്ഷൻ എന്ന് വിചാരിക്കാം. ഇതിപ്പോ പെട്ടെന്ന് ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരാം, പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. ഇങ്ങനെയാണ് സഞ്ചരിക്കണമെന്നുണ്ടെങ്കിൽ സർഫസ് ഈസ് ടുവേർഡ്സ് ലെഫ്റ്റ് ആണ്. സർഫസ് ഈസ് ടുവേർഡ്സ് ലെഫ്റ്റ് ആണ് ഓറിയന്റ് ചെയ്യുന്നത്. സർഫസിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഓറിയന്റഡ് ടുവേർഡ്സ് ലെഫ്റ്റ് ആണ്. അപ്പൊ നമ്മൾ ഈ ഇക്വേഷൻ ആണ് ചൂസ്. ഓക്കെ, അപ്പോ ആ ഓറിയന്റേഷന്റെ ടുവേർഡ്സ് റൈറ്റ് ആണോ ടുവേർഡ്സ് ലെഫ്റ്റ് ആണോ നോക്കിയിട്ടാണ് നമ്മൾ എൻ വെക്ടർ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും വേണം. അതായത് നമ്മളൊരു കർവ് ചൂസ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു കർവ് എടുത്തു വിചാരിക്കാം. ഓക്കെ, നമ്മുടെ സർഫസ് ഇതാണെന്ന് വിചാരിക്കാം. ഓക്കെ, സർഫസിന്റെ കർവ് ഓറിയന്റ് ചെയ്യുന്ന കർവാണ് ഈ ഒരു സാധനം, ഈ കർവ്. സോ ഇതിന്റെ ഡയറക്ഷൻ ഞാൻ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ്. ഞാൻ ഈ ഒരു ഡയറക്ഷനിലാണ് എടുക്കുന്നത് വിചാരിക്കാം, ഈ ഒരു ഡയറക്ഷൻ. ഈ ഡയറക്ഷനിൽ സഞ്ചരിക്കുന്ന സമയത്ത് സർഫസിന്റെ ഇത് ലെഫ്റ്റിലാണ്, സർഫസ് ലെഫ്റ്റിലാണ്. ഓക്കെ, സർഫസ് ലെഫ്റ്റിലാണ്. സോ നമ്മൾ ഇത് ചൂസ് ചെയ്യണം. ലെഫ്റ്റിലാവുന്ന സമയത്ത് നമ്മൾ ഇത് ചൂസ് ചെയ്യണം. റൈറ്റിലാവുന്ന സമയത്ത് ഇത് ചൂസ് ചെയ്യണം. ഓക്കെ, സോ ഓറിയന്റേഷൻ നോക്കിയിട്ടാണ് നമ്മൾ ടുവേർഡ്സ് റൈറ്റ് ആണോ ടുവേർഡ്സ് ലെഫ്റ്റ് ആണോ നോക്കിയിട്ടാണ് നമ്മൾ എൻ വെക്ടർ ചൂസ് ചെയ്യേണ്ടത്. രണ്ട് കേസാണ്, ഒന്നില്ലെങ്കിൽ ഇതായിരിക്കും അല്ലെങ്കിൽ ഇതായിരിക്കും. ഓക്കെ, സോ അതിനാണ് നമുക്ക് ആ സർഫസിനെ കുറിച്ചുള്ള ഐഡിയ വേണം എന്ന് ഞാൻ ഇന്നലെ പറയാൻ കാരണം. സോ ഇന്നത്തെ പ്രോബ്ലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യും? ഇന്നത്തെ പ്രോബ്ലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഓക്കെ, ഇന്നത്തെ പ്രോബ്ലത്തിൽ നമ്മൾ പ്രോബ്ലം ഇതായിരുന്നു, നമ്മുടെ എഫക്ടർ ഇതായിരുന്നു. എഫക്ടർ ഈക്വൽ ടു എക്സ് സ്ക്വയർ ഐ വെക്ടർ പ്ലസ് 4xy ക്യൂബ് ജെ വെക്ടർ പ്ലസ് വൈ സ്ക്വയർ എക്സ് കെ വെക്ടർ. ഓക്കെ, വൈ സ്ക്വയർ എക്സ് കെ വെക്ടർ. സോ ഇവിടെ നമ്മുടെ ഇക്വേഷൻ നമുക്ക് വർക്ക് ഡൺ ആണ് കാണേണ്ടത്. വർക്ക് ഡൺ ഇക്വേഷൻ ഇതിന്റെ ക്ലോസ് ഇന്റഗ്രൽ ഓവർ സി എഫ് വെക്ടർ ഡോട്ട് ഡി ആർ വെക്ടർ ആണ്. വർക്ക് ഡൺ ഈക്വൽ ടു ഡബ്ല്യു ഈക്വൽ ടു ക്ലോസ് ഇന്റഗ്രൽ ഓവർ സി എഫ് വെക്ടർ ഡോട്ട് ഡി ആർ വെക്ടർ ആണ്. സോ ബൈ യൂസിങ് സ്റ്റോക്സ് തിയറം ദിസ് ഈസ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ സിഗ്മ എഫ് വെക്ടർ കേൾ ഓഫ് എഫ് വെക്ടർ ഡോട്ട് എൻ വെക്ടർ ഡി എസ്. ഓക്കെ, സോ ഇവിടെ കേൾ ഓഫ് എഫ് വെക്ടർ നമ്മൾ ഇന്നലെ തന്നെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. കേൾ ഓഫ് എഫ് വെക്ടർ ഈക്വൽ ടു 2xy ഐ വെക്ടർ മൈനസ് വൈ സ്ക്വയർ ജെ വെക്ടർ പ്ലസ് 4y ക്യൂബ് കെ വെക്ടർ. ഇത് ഇന്നലെ നമുക്ക് കിട്ടിയതാണ്. കിട്ടിയോ? ശരിയല്ലേ റഷീന? ആ, ഓക്കെ, ശരിയാണ്. സോ നെക്സ്റ്റ് നമുക്ക് വേണ്ടത് എൻ വെക്ടർ ആണ്. എൻ വെക്ടർ. സോ എൻ വെക്ടറിന് നമ്മൾ ആ ചിത്രം ഒന്ന് വരയ്ക്കാം. നമുക്ക് ഇന്നലെ നമ്മൾ തന്നിട്ടുള്ള നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ചിത്രം. ഓക്കെ, സോ നമ്മുടെ ചിത്രം ഇതാണ്. Z ഈക്വൽ ടു y ആണ് പ്ലെയിൻ. Z ഈക്വൽ ടു y എന്ന് പറഞ്ഞ പ്ലെയിൻ ആണ്. Z ഈക്വൽ ടു y
z equal to y. So that is this is a surface. Okay. So ഇതിന്റെ ഡയറക്ഷൻ തന്നിട്ടുണ്ട്. നമ്മുടെ ഓറിയന്റഡ് കർവ് എന്ന് പറയുന്നത് ഇവിടെ ഒരു റെക്ടാംഗിൾ ആണ്. റെക്ടാംഗിൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. റെക്ടാംഗിൾ ഈ റെക്ടാംഗിൾ ഈ പോയിന്റ് 3 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഈ പോയിന്റ് 3 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഈ പോയിന്റ് 1 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ. ഡയറക്ഷൻ തന്നിട്ടുള്ളത് ഈ ഡയറക്ഷൻ ആണ്. Clockwise direction. Clockwise. So ഈ clockwise ഇത് മൂവ് ചെയ്യുന്ന സമയത്ത് surface is towards right turn. Right towards right turn. ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് surface is towards right turn. So n vector should be dou z by dou x I vector plus dou z by dou y j vector minus k vector. Is it clear? Any doubt? Any doubt? Okay. Yes. Clear answer. Yes. Towards right turn. So that is n vector equal to dou z by dou x I vector plus dou z by dou y j vector minus k vector. ഇനി നമ്മൾ ഇതിന്റെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കാം. കേൾ ഓഫ് f vector dot n vector. എടുക്കുന്ന സമയത്ത് എന്ത് കിട്ടും? 2xy into dou z by dou x. അല്ലേ? അത് വേണമെങ്കിൽ നമുക്ക് ഇത് ചെയ്യാം. നമ്മുടെ ഇക്വേഷൻ z equal to y ആണ്. z equal to y ആണ്. z equal to y ആവുമ്പോൾ dou z by dou x is 0. So it is 0 I vector. Okay. 0 I vector. Dou z by dou y 1 ആണ് plus j vector minus k vector. So കേൾ ഓഫ് f vector dot n vector എന്ന് പറയുന്നത് x dx x 2xy into 0. 2xy into 0 plus minus y square into 1 minus y square into 1 plus 4y cube into minus 1. So you will get minus y square minus 4y cube. Care of f vector dot n vector is equal to minus y square minus 4y cube. So we have to integrate this. ഇത് ഇന്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ xy ലിമിറ്റ്സ് കാണണം. xy ലിമിറ്റ്സ് കാണാൻ ഈ സർഫസിന്റെ പ്രൊജക്ഷൻ എടുക്കുക 6. സോ ഇതിന്റെ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ഈ റെക്ടാംഗിൾ ആണ്. പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ഈ റെക്ടാംഗിൾ ആണ്. താഴെയുള്ള റെക്ടാംഗിൾ. ഓക്കെ. സോ ഈ റെക്ടാംഗിളിൽ x ലിമിറ്റ് ഈസ് 0 to 1 ആൻഡ് y ലിമിറ്റ് ഈസ് 0 to 3. y-യുടെ ലിമിറ്റ് എന്ന് പറയുന്നത് 0 തൊട്ട് ഈ പോയിന്റ് വരെ, ദാറ്റ് ഈസ് 0 to 3 ആണ്. x ലിമിറ്റ് എന്ന് പറയുന്നത് 0 to 1 ആണ്. So what will you get? Integral x limit ഞാൻ ആദ്യം എഴുതാണ് 0 to 1 0 to 3 minus y square minus 4y cube dy dx dy dx dy dx. Is it clear? Is it clear? Yes, sir. Yes, sir. Yes. ഇതൊന്ന് ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആൻസർ കിട്ടും. Okay.
this is integral 0 to 1 minus y cube by 3 minus 4 y raised to 4 by 4 limit 0 to 3. Yes. So integral 0 to 1 minus y cube first upper limit minus 3 cube by 3 4 cancel here. So minus 3 raised to 4 lower limit എടുക്കുമ്പോൾ 0 ആയി പോകും dx. So that is 0 to 1 minus 3 cube minus 9 minus 81 dx. So that is minus 90. Minus 90 integral 0 to 1 dx. So minus 90 dx. 0 to 1. So answer is minus 9. Is it clear? All of you happy? Yes, sir. Any doubt? Yes, sir. ആ സ്ക്രീൻ ഒന്നും കൂടി കാണിക്കുവോ? Yes. ഫുള്ളായി എഴുതി. Okay. മാറ്റട്ടെ? Can I rub this on? Hello? Yes, sir. Yes, sir. Next question. Use Stokes theorem. Use Stokes theorem. Integral over C f vector dot dv, where f vector of xyz is equal to xy I vector plus yz j vector plus zx k vector. C is the triangle. C is the triangle in the plane x plus y plus z equal to 1 with vertices 1 0 0 0 1 0 and 0 0 1 with a counter clockwise orientation. Counter clockwise orientation looking from the first octant. Looking from the first octant towards the origin. ഈ ചോദ്യം ചിത്രം വരയ്ക്കാതെ തന്നെ ഈസി ആയിട്ട് ചെയ്യാം, കാരണം കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. വെറുതെ ചിത്രം വരയ്ക്കാം, ചിത്രം വരയ്ക്കാതെ തന്നെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. ചിത്രം വരയ്ക്കുമ്പോൾ എങ്ങനെയാണ് ഇവിടെ 1 ഇവിടെ 1 ഇവിടെ 1. സോ 1 0 0 എന്ന് പറഞ്ഞ പോയിന്റ് ഇതാണ്, എക്സ് ആക്സിസ്. 0 1 0 എന്ന് പറഞ്ഞ പോയിന്റ് ഇതാണ്, 0 0 1 എന്ന് പറഞ്ഞ പോയിന്റ് ഇതാണ്. ഇത് മൂന്നും കൂടെ
ബന്ധിപ്പിക്കാം. ഓക്കെ, സോ ദിസ് ഈസ് അവർ ട്രയാങ്കിൾ. ഇതാണ് നമ്മുടെ ഓറിയന്റഡ് ട്രയാങ്കിൾ. സോ സർഫസ് എന്ന് പറയുന്നത് ഈ മൂന്ന് പ്ലെയിൻസും കൂടെ കോർഡിനേറ്റ് പ്ലെയിൻസ് ബൗണ്ട് ചെയ്യുന്ന ഒരു റീജിയൻ, അതാണ് നമ്മുടെ സർഫസ് സിഗ്മ. സോ അത് കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ്, ഈ ഡയറക്ഷൻ കൗണ്ടർ ക്ലോക്ക്, ക്ലോക്കിന് ഓപ്പോസിറ്റ് ആയിട്ട്. സോ സർഫസ് ടുവേർഡ്സ് ലെഫ്റ്റ് ആണ്, സർഫസ് ടുവേർഡ്സ് ലെഫ്റ്റ് ആണ്. ഓക്കെ, സർഫസ് ടുവേർഡ്സ് ലെഫ്റ്റ് ആണ്. സോ എൻ വെക്ടർ നമുക്ക് ഈസി ആയിട്ട് എഴുതാം. സോ അതിനു മുമ്പ് ഞാൻ സ്റ്റോക്സ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് എഴുതാണ്. സ്റ്റോക്സ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഇന്റഗ്രൽ ഓവർ സി എഫ് വെക്ടർ ഡോട്ട് dv, dv equal to double integral over sigma curl of f vector dot n vector ds. Curl of f vector adding ആണ്, that is I vector, j vector, k vector, dou by dou x, dou by dou y, dou by dou z, xy, yz, zx. This is m, this is n, this is p. So this is equal to determinant I vector, j vector, k vector. ഓക്കെ, ഞാനത് എക്സ്പാൻഡ് ചെയ്യാണ്. ജസ്റ്റ് ഇനി വീണ്ടും ഡിറ്റർമിനന്റ് എഴുതേണ്ട ആവശ്യമില്ല. I vector into dou by dou y of zx 0, dou by dou z of yz minus y. Okay, minus j vector into dou by dou x of zx z, dou by dou z of xy 0 plus k vector into dou by dou x of yz 0 minus dou by dou y of xy x. So minus y I vector minus z j vector minus x k vector. That is good. ഇത്രയും കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഈ ചോദ്യത്തിന്റെ ഒരു വലിയൊരു മാർക്ക് കിട്ടും. ഓക്കെ, ഇതൊരു 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒരു 3 മാർക്കൊക്കെ എന്തായാലും കിട്ടും. ഈ സ്റ്റേറ്റ്മെന്റിന് തന്നെ 2 മാർക്കും കിട്ടും, കേള് കണ്ടിട്ടുണ്ടെങ്കിൽ 1 മാർക്ക് കിട്ടും. ഇനി അടുത്തത് എൻ വെക്ടർ എഴുതാം. എൻ വെക്ടർ ടുവേർഡ്സ് ലെഫ്റ്റ് ആണ്, നമ്മൾ സർഫസിന്റെ ഓറിയന്റേഷന് ലെഫ്റ്റ് ആണ് സർഫസ് കിടക്കുന്നത്. സോ നമ്മുടെ ഇക്വേഷൻ മൈനസ് ഡോ സെറ്റ് ബൈ ഡോ എക്സ് ഐ വെക്ടർ മൈനസ് ഡോ സെറ്റ് ബൈ ഡോ വൈ ജെ വെക്ടർ പ്ലസ് കെ വെക്ടർ. ക്ലിയർ ആണോ? എൻ വെക്ടർ ചൂസ് ചെയ്യുന്നത് ക്ലിയർ ആണോ? എൻ വെക്ടർ ചൂസ് ചെയ്യുന്നത് ക്ലിയർ ആണോ? Yes, sir. ഇനി ഇവിടെ ഇസെറ്റ് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ഇസെറ്റ്? Yes, clear, sir. നമുക്ക് തന്നിരിക്കുന്ന പ്ലെയിനിന്റെ ഇക്വേഷൻ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസെറ്റ് ഈക്വൽ ടു 1 ആണ്. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നമുക്ക് തന്നിരിക്കുന്ന പ്ലെയിനിന്റെ ഇക്വേഷൻ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസെറ്റ് ഈക്വൽ ടു 1 ആണ്. സോ വാട്ട് ഈസ് ഇസെറ്റ്? 1 മൈനസ് എക്സ് മൈനസ് വൈ, 1 മൈനസ് എക്സ് മൈനസ് വൈ. അതിൽ നമുക്ക് ഡോ സെറ്റ് ബൈ ഡോ എക്സും ഡോ സെറ്റ് ബൈ ഡോ വൈയും കാണാം. ഓക്കെ, so z equal to 1 minus x minus y. So n vector equal to dou z by dou x is minus 1. Already ഇവിടെ ഒരു മൈനസ് ഉണ്ട്, so it become plus 1. I vector minus dou z by dou y is also minus 1.
and already ഇവിടെ ഒരു മൈനസ് ഉണ്ട്, so it become plus. So I vector plus j vector plus k vector. I vector plus j vector plus k. തമ്മിൽ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക. This is curl of f. Curl of f vector dot n vector. So this is minus y into 1 plus minus z into 1 minus x plus minus x into 1. So minus y minus z minus x. Minus y minus z minus x. ഈ ലിമിറ്റ്സ് ഒക്കെ വളരെ ഈസിയാണ്. ലിമിറ്റ്സ് എല്ലാം എന്തായിരിക്കും? ലിമിറ്റ്സ് എല്ലാം എന്തായിരിക്കും? ലിമിറ്റ്സ് ഈ ഒരു 0 to 1 അല്ലല്ലോ, ഇതൊരു ട്രയാങ്കിൾ അല്ലേ, ഇതല്ലേ നമ്മുടെ 6. ഇതിന്റെ എക്സ്പൈ പ്ലെയിനിലുള്ള പ്രൊജക്ഷൻ എടുത്താൽ എങ്ങനെയാ കിട്ടുക? എക്സ്പൈ പ്ലെയിനിലുള്ള പ്രൊജക്ഷൻ എടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെയല്ലേ കിട്ടുക? ശരിയല്ലേ? ഈ ഒരു ട്രയാങ്കിളിന് നമ്മൾ പ്രൊജക്ട് ചെയ്യുമ്പോൾ ഇതല്ലേ കിട്ടുക? ഇതല്ലേ 6. സോ ദിസ് ഈസ് എക്സ് ആക്സിസ്, ദിസ് ഈസ് വൈ ആക്സിസ് ആയിട്ട് എടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ലൈൻ കിട്ടും. ഓക്കെ, ദിസ് ഈസ് 1 0 0 1, this is 0 1 and this is 1 0. So this line എന്തായിരിക്കും? ഈ ലൈൻ ദാറ്റ് ഈസ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1. ഈ ലൈൻ എന്ന് പറഞ്ഞാൽ അതിൽ ഇസഡിന് 0 കൊടുക്കാം. എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡിന് 0 കൊടുക്കുമ്പോൾ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 കിട്ടും. അതാണ് ഈ ലൈൻ, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1. ഇങ്ങനെ ഒരു റീജിയന്റെ എക്സ് വൈ ലിമിറ്റ് കാണാൻ നമുക്കറിയാം. ഒരു വെർട്ടിക്കൽ ലൈൻ എടുക്കാം. വെർട്ടിക്കൽ ലൈൻ, ശരിയല്ലേ? യെസ്, വെർട്ടിക്കൽ ലൈൻ എടുക്കുക. വെർട്ടിക്കൽ ലൈൻ എടുക്കുമ്പോൾ വൈയുടെ ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് 1 മൈനസ് എക്സ്. എക്സിന്റെ ലിമിറ്റ് 0 to 1. നമുക്കത് ഇന്റഗ്രേറ്റ് ചെയ്യാം. ദാറ്റ്സ് ഓൾ. So that is work done. Integral over c f vector dot dv equal to integral 0 to 1, integral 0 to 1 minus x minus y minus z minus x dy dx. ഈ ലിമിറ്റ് എങ്ങനെ വന്നു നിങ്ങൾ എന്നോട് ചോദിക്കരുത്, ബിക്കോസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഫൈനൽ എക്സ്പ്ലനേഷൻ ആണ് ഞാനിപ്പോ തന്നത്. നമ്മൾ അതിന്റെ പ്രൊജക്ഷൻ എടുക്കുക. പ്രൊജക്ഷൻ എടുക്കുമ്പോൾ ഇസെറ്റിന് 0 കൊടുത്താൽ മതി. ഇസെറ്റിന് 0 കൊടുക്കുമ്പോൾ നമുക്ക് പ്രൊജക്ഷൻ കിട്ടും. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 വരും. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 പറഞ്ഞാൽ ഇങ്ങനെ ഒരു ലൈനാണ്. സോ നമുക്കൊരു ട്രയാങ്കുലർ റീജിയൻ കിട്ടും. സോ അതിന് വെർട്ടിക്കൽ ലൈൻ ചൂസ് ചെയ്തിട്ട് വൈ ലിമിറ്റ് കിട്ടും, എക്സ് ലിമിറ്റും കിട്ടും. ഓക്കെ, 0 to 1 1 മൈനസ് എക്സ്. ഇനി നമ്മളിത് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ സെറ്റിനെ ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ സെറ്റിനെ ഞാൻ ഇൻ ടേംസ് ഓഫ് 1 മൈനസ് എക്സ് മൈനസ് വൈ ആക്കുക. ഈ സെറ്റിന്റെ സ്ഥാനത്ത് സിമ്പിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ സെറ്റിന്റെ സ്ഥാനത്ത് 1 മൈനസ് എക്സ് മൈനസ് വൈ കൊടുക്കുക. സോ 0 to 1 0 to 1 മൈനസ് എക്സ് മൈനസ് വൈ മൈനസ് 1 മൈനസ് എക്സ് മൈനസ് വൈ മൈനസ് എക്സ് ഡി ബൈ ഡി. അങ്ങനെ ചെയ്യുമ്പോൾ ഗുണം എന്താ? ഓക്കെ, ഞാൻ ചെയ്തതിൽ ചെറിയ തെറ്റ്. ഇവിടെ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ അത് പ്ലസ് ആണ്. ഇതെന്തിനാണ് ഇൻസെറ്റിന്റെ സ്ഥാനത്ത് അത് കൊടുത്തത്? കുറച്ച് സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മൾ ഓരോന്ന് ഇന്റഗ്രേറ്റ് ഒക്കെ ചെയ്യണം, അപ്പോൾ കുറച്ച് ലെങ്ത് കൂടിപ്പോകും. സോ നമുക്ക് ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ കിട്ടും. ഓക്കെ, അങ്ങനെ മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ മറ്റേ രീതിയിൽ തന്നെ ചെയ്തോളൂ. ഓരോന്നും വിത്ത് റെസ്പെക്ട് വൈ ഇന്റഗ്രേറ്റ് ചെയ്യുക, എന്നിട്ട് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്തിട്ടൊക്കെ ചെയ്യാം. സോ സിമ്പിൾ മെത്തേഡ് ഇങ്ങനെയാണ്: 0 to 1 0 to 1 മൈനസ് എക്സ്. ഇസെറ്റിന്റെ സ്ഥാനത്ത് നമുക്ക് 1 മൈനസ് എക്സ് മൈനസ് വൈ കൊടുക്കാം. So minus y into minus 1 minus x minus y minus x dy dx. Okay, ഇത് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം.
So that is 0 to 1, 0 to 1 minus x. ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് y മൈനസ് 1 പ്ലസ് എക്സ് പ്ലസ് y മൈനസ് എക്സ് ഡിവൈഡ് ചെയ്യും. So this minus y plus y cancel ആയി. X minus x cancel ആയി. So what will be the remaining? Integral 0 to 1, 0 to 1 minus x minus 1 into dy dx. ഇത് നിങ്ങൾക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ആ മൈനസ് 1 പുറത്തേക്ക് എടുക്കുക. 0 to 1. Integral dy is y. 0 to 1 minus x dx. So that is 0 to 1, 0 to 1 minus x. ഒരു പുറത്തൊരു മൈനസ് 1 ഉണ്ട്. ഓക്കെ, 0 to 1 minus 1, 1 minus x minus 0 dx. Upper limit minus lower limit. So minus 1 into integral 0 to 1, 1 minus x dx. So 1 minus x integrate minus 1 into x minus x square by 2. So minus 1 into 1 minus 1 by 2. Minus 0. Minus 1. The answer is minus 1 by 2. Is it clear? Any doubt? Yes, sir. Any doubt? No, sir. ഇല്ല സാർ, ആ സ്ലൈഡ് ഒരു വട്ടം കൂടി കാണിച്ചു തരുമോ? അറ്റൻഡൻസ് പ്ലോട്ട് ചെയ്യാം. അറ്റൻഡൻസ് ഓക്കെ. P4 ക്ലാസ്സിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. P3 ഇപ്പോൾ വരും. യെസ്, വന്നിട്ടുണ്ടാവും. എല്ലാവരും അറ്റൻഡൻസ് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇന്ന് ഈ ക്വസ്റ്റ്യൻ മതി. ഓക്കെ, ഫൈൻ. നമ്മൾ അടുത്ത ക്ലാസ്സിൽ കൂടെ നമുക്ക് സ്റ്റോക്സ് തിയറത്തിന്റെ 1-2 പ്രോബ്ലംസ് കൂടെ ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് മോഡ്യൂളിലേക്ക് കടക്കാം. സ്റ്റോക്സ് തിയറം മനസ്സിലായോ എല്ലാവർക്കും? സ്റ്റോക്സ് തിയറം മനസ്സിലായോ? Yes, sir.
വിച്ച് വൺ ഈസ് ഈസി സ്റ്റോക്സ് തിയറം ഒരു ഡൈവർജൻസ് തിയറം?